ദൃശ്യം 3 OTT റിലീസായതിനു ശേഷം എപ്പോൾ യൂട്യൂബ് തുറന്നു നോക്കിയാലും ദൃശ്യത്തിനെ ട്രോളിക്കൊണ്ട് 2-3 വീഡിയോസ് എപ്പോഴും എൻ്റെ ഹോം ഫീഡേ കാണാം. ഞാൻ തന്നെ എനിക്ക് ഒരു 6-7 10 മിനിറ്റാളും കൂടുതൽ ദൈർഘ്യമുള്ള ട്രോൾ വീഡിയോസ് ദൃശ്യം 3 കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൃശ്യം 3 തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ രാവിലെ 8:30 ഫസ്റ്റ് ഷോ തുടങ്ങുന്നത്. ഞാൻ അച്ഛനെയൊക്കെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് ഒരു 10-17 കിലോമീറ്റർ ദൂരെയുള്ള അടിപൊളി ഒരു തിയേറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരെ. പക്ഷെ നല്ല ഇഫക്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 8:30 പോയി പടം കണ്ട് ഹെവിലി ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇറങ്ങി വന്നിട്ട് ഞാനൊരു റിവ്യൂ ചെയ്തിരുന്നു ഫസ്റ്റ് ഡേ തന്നെ, ഈ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാൻ ഇട്ട റിവ്യൂ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ലലേറ്റിന്റെ ഫാൻസ് വന്നിട്ട് പറഞ്ഞു, നീ മമ്മൂക്ക ഫാനല്ലേ? മമ്മൂക്കേനെ അവരെ മമ്മൂക്ക എന്നല്ല വിളിക്കുന്നത്, പല വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്നെ അഭിസംബോധന ചെയ്തത്. എനിക്ക് അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ ഫാനൊന്നുമല്ല, ഞാനൊരു സിനിഫൈലാണ്. ഞാൻ എല്ലാ പടവും ഇഷ്ടമുള്ള പടങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എസ്പെഷ്യലി മോഹൻലാലിന്റെ പടങ്ങൾ. അങ്ങനെ ഞാൻ എമ്പുരാനും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ദൃശ്യം 3യും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, എല്ലാവരും കാണുന്നതിന് മുൻപ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട ആൾക്കാരാകുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, പടം കൊള്ളില്ല എന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ ഫാൻസ് കയറി നമ്മുടെ DM-ൽ വരും, നമ്മുടെ കമന്റ് ബോക്സിൽ വരും, നമ്മളെ പിടിച്ച് മമ്മൂട്ടി ഫാൻ ആക്കും. നമുക്ക് മൊത്തത്തിൽ ആ ഒരു ദിവസം ഒരു ഭയങ്കര വൃത്തിയായിട്ടൊരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സൂപ്പർ സ്റ്റാർസിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നമുക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞ അത് എമ്പുരാന്റെയും ദൃശ്യം 3യുടെയും കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ പടം അത്യാവശ്യം നല്ല റിവ്യൂസ് ആണ് ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അത് പിന്നെ ഒരു മോബ് മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് എല്ലാവരും കൂടി ഇടിച്ചു കയറി കുറച്ച് സാധനങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരും. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ദൃശ്യം 3 തിയേറ്ററിൽ കാണുമ്പോൾ ഫാൻസ് അടക്കം, ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് പടം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ല, നമുക്ക് എക്സൈറ്റ് ചെയ്യാൻ ഒന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ വരെ ആൾക്കാർ അവർ ഫാൻസ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ, ലാലേട്ടൻ തിരിച്ചു വന്നോ, എന്താണ്, നമ്മൾ ഹാപ്പി ആണോ, അവർക്ക് തന്നെ ഒരു വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷെ ആ ക്ലൈമാക്സിൽ ലാലേട്ടൻ പറയും, കൊന്ന് കളയും ഞാൻ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഭ്രാന്തായി. ഫാൻസ് ഫുൾ എക്സെൻട്രിക് ആയി. എന്നിട്ട് ഫാൻസ് എനിക്കാണ് ആ ഒറ്റ ഡയലോഗ് കേട്ടപ്പോൾ ഫാൻസിന് കിട്ടേണ്ടത് അവർക്ക് കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു പടം അടിപൊളി എന്നെ ഗൈസ് എന്ന് പറഞ്ഞവർ. പിന്നെ വേറെ ആര് പടം കൊള്ളില്ല എന്ന് പറഞ്ഞാലും അത് മമ്മൂട്ടി ഫാൻസ് ആണ്, അത് മോഹൻലാലിനെ തകർക്കാൻ വരുന്ന ആൾക്കാരാണെന്നൊക്കെയാണ് ഈ ഫാൻസിന്റെ വിചാരം. പക്ഷെ ഇപ്പൊ പടം OTT വന്നിട്ട് ഇറങ്ങുന്ന ട്രോള് കണ്ടറിയാം, ദൃശ്യം 3 എമ്പുരാൻ പോലെ തന്നെ ആൾക്കാർക്ക് വർക്ക് ആവാത്തൊരു പടമാണ്. ശരിയാണ്, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കളക്ഷൻ കിട്ടിയ മോഹൻലാലിന്റെ 2 പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എമ്പുരാനും ദൃശ്യം 3 വരുന്നുണ്ട്. പക്ഷെ ആസ് എ റിവ്യൂവർ എനിക്ക് മോഹൻലാലിന്റെ പടങ്ങൾ കാണാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സ്കെപ്റ്റിക്കലാണ് ഡേ വൺ. കാരണം തുടരും കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ നല്ല പടം എന്ന് പറഞ്ഞൊരു റിവ്യൂവറാണ് ഞാൻ. പക്ഷെ നേരെ തിരിച്ച് എമ്പുരാനും ദൃശ്യം 3യും വർക്ക് ചെയ്യാതെ ആവുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മോഹൻലാലിന്റെ പടങ്ങൾക്ക് നമുക്ക് ശരിക്കില്ല. അത്രയും മോശമാണ്, ജനങ്ങളെല്ലാവരും മോശം പറയുന്ന ഒരു പടമാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ എമ്പുരാനും ദൃശ്യം 3യും പോലെ വർക്ക് ആവാത്ത പടങ്ങൾ പോലും നമുക്ക് വർക്ക് ആയില്ല എന്ന് പറഞ്ഞു ഒരു നല്ല രീതിയിൽ ചിന്തിച്ച് ഭയങ്കര സൂക്ഷിച്ചും കണ്ടൊക്കെ മോഹൻലാലിന്റെ പടങ്ങൾ റിവ്യൂ ചെയ്യാൻ